എല്ലാവർക്കും സീനീസ് പത്മിനി വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നല്ലൊരു നാരങ്ങ അച്ചാർ, ഡേറ്റ്സ് ആൻഡ് നാരങ്ങ കുട്ടിയൊരു അച്ചാർ, മധുരത്തോടു കൂടിയ ഒരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി എല്ലാം ചെറിയ പീസാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ചുവന്ന മുളക്, റെഡ് ചില്ലി പൗഡർ, സാധാ മുളക് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നാരങ്ങ ആവിയിൽ പിന്നെ ഇതിൻ്റെ അച്ചാർ പൊടി, ഉപ്പ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈത്തപ്പഴം നല്ല ലേശം വിനാഗിരിയിൽ അരച്ച് വെച്ചാണ് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് അച്ചാറിന് വേണ്ടി. അച്ചാർ കുറച്ച് സമയം കൊണ്ട് എല്ലാം പൊഴിഞ്ഞ് വെച്ച് ഉപ്പും മസാലയും കൂടി നാരങ്ങ കുറച്ച് റെഡിയാക്കി അവിടെ വെക്കുക. 10 മിനിറ്റ് ഉപ്പ് പിടിക്കാൻ വെച്ച ശേഷം വേണം അച്ചാർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ ചൂടാക്കുക. എണ്ണ നല്ലോണം ചൂടായ ശേഷം ചേരുവകളെല്ലാം ചേർക്കാൻ പാടുള്ളൂ. അതിന് ലേശം കടുവിടാൻ മറന്നുപോയി, പിന്നീടാണ് ലേശം കടുക് ചേർത്തിട്ടുള്ളത്. ഞാൻ അല്ലാണ്ട് തന്നെ കടുകും ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് വറുത്ത കടുക്, ഉലുവ, മിക്സ് പൗഡർ, കായം പൗഡറൊക്കെ ലാസ്റ്റ് നാരങ്ങ ചേർക്കുന്നു. അപ്പോൾ എണ്ണ ചൂടായി gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. അതിലേക്ക് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. നല്ലോണം മിക്സ് ആയ ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. വിനാഗിരി ചേർത്ത് യൂസാക്കാം. മസാലക്കൂട്ടിലേക്ക് നാരങ്ങയും മസാലയും മുളക് പൊടിയും അച്ചാർപ്പൊടിയും എല്ലാം കൂടി അങ്ങ് ചേർത്തൊരു പിടി പിടിക്കുക. നല്ല നാരങ്ങയുടെ മണം ഇങ്ങനെ വരിക. ഇനി അടുത്ത് നമ്മൾ ഈത്തപ്പഴം അരച്ചു വെച്ചത് അതിലേക്ക് ചേർക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. ചേർക്കണമെന്നുണ്ടെങ്കിൽ ചൂടാക്കിയ വെള്ളം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ, നാരങ്ങ മോശമായി പോവും. അപ്പോൾ എല്ലാം നല്ലോണം മിക്സ് ആക്കുക. നമ്മുടെ ഡേറ്റ്സ് ആൻഡ് ലൈം പിക്കിൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് ലാസ്റ്റാണ് ഞാനിതിലേക്ക് വിനാഗിരി ചേർക്കുന്നത്. ഉപ്പൊക്കെ നേരത്തെ നാരങ്ങയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ നാരങ്ങയിൽ ഉപ്പ് കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി മിക്സ് ചെയ്യാം. അപ്പം നല്ലോണം മിക്സ് ചെയ്യാം. അവസാനം നാരങ്ങ ആയതിന് ശേഷം ഇതിലേക്ക് കായം പൗഡർ ചേർത്ത് കൊടുക്കുക. കായപ്പൊടി കുറച്ചധികം ചേർക്കണം. എന്നിട്ട് മിക്സ് ചെയ്യുക. അപ്പം നല്ല അടിപൊളി നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. വേണ്ടുന്നവരൊക്കെ ഓടിവായോ. താങ്ക് യു ഫോർ വാച്ചിങ് സീനൂസ് പത്മിനി വ്ളോഗ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. എല്ലാവരും നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.